എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ ചക്കയുടെ രണ്ടാം ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളന്ന് ചക്ക വേവിച്ചതും വാളക്കറിയും ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കുറച്ച് ചക്ക വറക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് 2 വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ചക്ക നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വറക്കുന്ന പാകത്തിന് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ചക്കയെ നമുക്ക് വറക്കാനെടുത്തുള്ളൂ. അതൊന്നിട്ട് ഇങ്ങനെ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. കണ്ടല്ലോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. എല്ലാം മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം നമുക്ക് എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാനിത് വറക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്, കാര്യം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് വറക്കാനിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചക്കുപ്പേരി ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഒരു പരസ്പരം ഇത് ഇളക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ ആ പാകമായെന്നാണ് കണക്ക്. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പം നമ്മുടെ ഉപ്പേരി നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിന് നമുക്ക് എടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ഉപ്പേരി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ വറുത്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കട്ടനും കൂടെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കാപ്പിക്കുള്ള. അപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച കാപ്പിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചൂട് കട്ടൻ കാപ്പിയും ചക്ക വറുത്തതൊക്കെ റെഡിയായിട്ടുണ്ട്. 4 മണിക്കൊക്കെ കഴിക്കാൻ നല്ല രസമാണ്, അതും പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ളപ്പം. അപ്പം നമ്മുടെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് വലിയ റെസിപ്പിയൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമുക്ക് അടുത്തൊരു ഈസി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.